ഒത്തുചേരുക കൂട്ടരെ നാം നാടിനു വേണ്ടി പോരാടാൻ. ഒത്തുചേരുക കൂട്ടരെ നാം നാടിനു വേണ്ടി പോരാടാൻ. ഒരമ്മ പെറ്റ കിടാങ്ങൾ പോലെ മണ്ണിനു വേണ്ടി പോരാടാൻ. ഒരമ്മ പെറ്റ കിടാങ്ങൾ പോലെ മണ്ണിനു വേണ്ടി പോരാടാം. ഒത്തുചേരുക കൂട്ടരെ നാം നാടിനു വേണ്ടി പോരാടാം. കാളികാവ് പ്രദേശത്ത് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന വിദ്യാലയം അതിന്റെ 97 വർഷങ്ങൾ പൂർത്തിയാകുന്നു. സംസ്ഥാന തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഒരുക്കിയ വിദ്യാലയ വിശേഷങ്ങൾ അറിയാം. പട്ടുടുപ്പു വിടർത്തി വാനിൽ പാറിടും പൂങ്കിളികളും പൊഞ്ചിലമ്പിൻ താളമോടെ ഒഴുകിടും കാട്ടരുവിയും. പട്ടുടുപ്പു വിടർത്തി വാനിൽ പാറിടും പൂങ്കിളികളും പൊഞ്ചിലമ്പിൻ താളമോടെ ഒഴുകിടും കാട്ടരുവിയും. പുലരൊളിക്കും കുളിരു പകരും ഹരിതമാം തരുനിരകളും ഒത്തുചേരുമി ഭൂവിതിൽ നാം ഒരു കുടുംബമായി വാഴണം. പുലരൊളിക്കും കുളിരു പകരും ഹരിതമാം തരുനിരകളും ഒത്തുചേരുമി ഭൂവിതിൽ നാം ഒരു കുടുംബമായി വാഴണം. 1915 ആരംഭിച്ച ഗവൺമെന്റ് UP സ്കൂൾ കാളികാവ് ബസാർ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കൊപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നു. 2009 ലാബ് ശാക്തീകരണ പ്രവർത്തനങ്ങളിലൂടെ മലപ്പുറം ഡയറ്റ് തുടക്കം കുറിച്ച പഠനമധുരം പദ്ധതിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള മുഴുവൻ മേഖലകളിലും വലിയ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ വിദ്യാലയത്തിനായി. വിദ്യാലയ ക്യാമ്പസ് നയന മനോഹരവും ആകർഷകവുമായ തരത്തിൽ ഒരുക്കി. അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് സഹായകമായാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. പുഴകളും പുൽമേടുകളും പുതുകളിയരങ്ങായി തീരണം. പാഠഭാഗങ്ങളുടെ ആശയവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കൂടുതൽ അന്വേഷണത്തിനും വിവരശേഖരണത്തിനുമായി കുട്ടികളെ ഏറെ സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കുട്ടികളുടെ മനസ്സിൽ കൗതുകവും ജനിപ്പിക്കുന്നു. പഠനമധുരം പ്രവർത്തനത്തിന്റെ വിദ്യാലയതല ഉദ്ഘാടനം അന്നത്തെ MLA ആയിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ് നിർവഹിച്ചു. സ്കൂൾ ക്യാമ്പസ് മനോഹരമാക്കൽ എന്ന മേഖലയാണ് കൂടുതൽ മികച്ച രീതിയിൽ വിദ്യാലയം പൂർത്തീകരിച്ചത്. വിദ്യാലയ കെട്ടിടം പഠനോപകരണമാക്കി മാറ്റുക എന്ന ആശയത്തെ മുൻനിർത്തി വിദ്യാലയത്തിലെ മുഴുവൻ കെട്ടിടങ്ങളിലും സന്ദേശ ചിത്രങ്ങൾ, കഥാചിത്രങ്ങൾ, ലോക ക്ലാസിക്കുകൾ, കാർട്ടൂണുകൾ എന്നിവ ഒരുക്കി. ഓരോ ക്ലാസ് മുറിയെയും ഓരോ ആശയത്തെ മുൻനിർത്തിയാണ് ഒരുക്കിയത്. സയൻസ് ലാബ്, 12 ക്ലാസ് മുറികൾ, വരാന്ത എന്നിവ ടൈൽസ് പതിച്ച് മനോഹരമാക്കി. കുടിവെള്ള വിതരണത്തിനായി പ്യൂരിഫയറുകൾ സ്ഥാപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് ക്ലാസ്സിലെ ചുമരുകളിൽ അവതരിപ്പിച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഉപ്പു സത്യാഗ്രഹം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ദണ്ഡി മാർച്ച് എന്നീ സമരങ്ങളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ചിത്രങ്ങളാണ് ക്ലാസ്സിൽ ഒരുക്കിയത്. സാഹിത്യജാലകം മലയാളത്തിലെ ക്ലാസിക്കൽ രചനകളുടെ ചിത്രീകരണമാണ് ഈ ക്ലാസ് മുറിയിൽ ഒരുക്കിയിരിക്കുന്നത്. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട്, കുമാരനാശാൻ്റെ ചണ്ടാല് പിശുക്കി, വൈലോപ്പിള്ളിയുടെ മാമ്പയം, ചെങ്ങമ്പുഴയുടെ വാഴക്കുല, തകഴിയുടെ ചെമ്മീൻ, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം, MTയുടെ നിന്റെ ഓർമ്മക്ക് എന്നീ രചനകളിലെ കഥാപാത്രങ്ങളെയാണ് ഇവിടെ ഒരുക്കിയത്. ഭാഷാ ക്ലാസ് വിവിധ സന്ദർഭങ്ങളുടെ ചിത്രങ്ങൾ കുട്ടികൾക്ക് സ്വതന്ത്രരായി സംഭാഷണ പ്രവർത്തനങ്ങൾ രചിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. മലയാളം, ഇംഗ്ലീഷ്, അറബി, ഉറുദു തുടങ്ങിയ ഭാഷാ ക്ലാസുകളിൽ ഈ ചിത്രങ്ങളുടെ സഹായത്തോടെ സംഭാഷണ പ്രവർത്തനങ്ങൾ ഒരുക്കുന്നു. കലകളുടെ കളിത്തൊട്ടിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ക്ലാസിക്കൽ കലയായ കഥകളി, നൃത്ത ഇനമായ മോഹിനിയാട്ടം, ക്ഷേത്രകലയായ ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, തെയ്യം, സംഘ ഇനങ്ങളായ തിരുവാതിരക്കളി, കോൽക്കളി, മാർഗംകളി
എന്നിവയുടെ ആകർഷകമായ ചിത്രങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം അവയുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ കെട്ടിടത്തിൽ. മേരിക്കുണ്ടർ കുഞ്ഞാട്, ബാപ്പു, അമ്പിളിമാമൻ തുടങ്ങിയ നിരവധി പാഠഭാഗങ്ങളും ചിത്രങ്ങളും അക്ഷരങ്ങളും മറ്റനവധി പ്രവർത്തനങ്ങളുമാണ് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ആദ്യാക്ഷരത്തിന്റെ മാധുര്യം അറിഞ്ഞവർക്ക് ഇത് ഏറെ പ്രിയപ്പെട്ടതാവും. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാനൊരു കുളിർനിഴൽ നടുന്നു. മരസംരക്ഷണത്തിന്റെ ഭാഗവുമായി ഞങ്ങളുടെ സ്കൂളിലെ മരങ്ങൾക്ക് ചുറ്റും ഇരിപ്പിട സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈ മരച്ചുവട്ടിൽ പ്രശാന്ത സുന്ദരമായ ഈ അന്തരീക്ഷത്തിൽ ക്ലാസ് റൂമുകൾ ഒരുക്കുവാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കടുത്തുവേളയിലും വിദ്യാലയ മുറ്റത്തെ ചെടികളെ സംരക്ഷിക്കുന്ന തിരക്കിലാണ് കുട്ടികൾ. 30-ലധികം ചെടിചട്ടികൾ വിദ്യാലയത്തിന് സമീപമുണ്ട്. കൃഷിക്കായി 20 സെന്റിൽ പച്ചക്കറി, വെണ്ട, പയർ, കാബേജ്, കോളിഫ്ലവർ എന്നിവ കൃഷി ചെയ്ത് നല്ല വിളവ് ലഭിച്ചു. മാത്രമല്ല ഔഷധത്തോട്ടവും ഒരുക്കിയിട്ടുണ്ട്. പഠനം മധുരം പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയം ഒരുക്കിയ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ മികവ് തെളിയിക്കുന്നതിന് വിദ്യാലയത്തെ സഹായിച്ചത്. ഈ വർഷം സംസ്ഥാന ഗവൺമെൻറ് ഏർപ്പെടുത്തിയ മികച്ച PTA അവാർഡിൽ ജില്ലയിൽ 2ാം സ്ഥാനവും ഉപജില്ലാ തലത്തിൽ 1ാം സ്ഥാനവും നേടാനായി. മലയോര മേഖലയായ കാളികാവിലെ സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയത്തിൻ്റെ ഉണർവ് സമൂഹം ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. വിദ്യാലയത്തിലെത്തുന്നവർക്ക് കൗതുകവും വിസ്മയവും ഒരുക്കുന്ന തരത്തിൽ വിദ്യാലയത്തെ മനോഹരമാക്കി മാറ്റാൻ ഈ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്.